Hi, this is Uttara. Welcome to episode 3 of Weight Loss Recipes. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കിനുവ സാലഡ് ആണ്. കിനുവ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ റൈസ് ഒരുപാട് കഴിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ചോറ് കംപ്ലീറ്റ്ലി നമ്മൾ കട്ട് ചെയ്തിട്ട് ലഞ്ചിന് നമ്മൾ വേറെ ഓപ്ഷൻസിലേക്ക് പോകുമ്പോഴത്തേക്കും എന്തോ ഒരു മിസ്സിങ് വരില്ലേ. അപ്പൊ അതിന് നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഗ്രെയിൻ ആണ് കിനുവ. അപ്പോൾ കിനുവ കുക്ക് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ്. കിനുവ സാലഡ് ഇസ് ഓൾസോ വെരി സിമ്പിൾ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യം നമ്മൾ കിനുവ ബോയിൽ ചെയ്തെടുക്കണം. അത് തൽക്കാലം നമുക്കിപ്പം ഒരു കപ്പ് ക്വാണ്ടിറ്റിയിൽ എടുക്കാം. ഒരു കപ്പ് വേണ്ട, ഒരു ഹാഫ് കപ്പേ ഞാനിപ്പോൾ ഇതിൽ എടുത്തിട്ടുള്ളൂ. ഇതിപ്പോൾ ഒരാൾക്കുള്ള ക്വാണ്ടിറ്റി ആയിട്ടാണ് നമ്മൾ ഇന്നിവിടെ കുക്ക് ചെയ്യണത്. നമുക്ക് ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഇട്ടിട്ട് ഒന്ന് വാഷ് ചെയ്തെടുക്കാം. ഓക്കെ, ഇതിനകത്ത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് ബോയിൽ ചെയ്യാൻ വെച്ചു. കുറച്ച് സമയം മതി വെന്ത് വരാനായിട്ട്. ഇത് ബോയിൽ ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി നമ്മുടെ വെജിറ്റബിൾസിനെ ചോപ്പ് ചെയ്തെടുക്കാം. അപ്പൊ നമുക്കിതിന് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഉള്ളി ഓപ്ഷണൽ ആണ്. പിന്നെ കുറച്ച് ഗാർലിക് എടുക്കാം. പിന്നെ കുറച്ച് ഗാർലിക്കും ഓണിയനും ജസ്റ്റ് ഫോർ ദ ഫ്ലേവർ. അതിനുശേഷം നമുക്ക് സോക്ഡ് ചിക്ക് പീസ് എടുക്കാം. നമ്മുടെ കടല രാത്രി വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഓർ ഇടാൻ മറന്നുപോയെങ്കിൽ നമുക്കൊരു 1 മണിക്കൂറോളം ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചാലും മതി. അത്യാവശ്യം നമുക്ക് സോക്കി ആയിട്ട് തന്നെ കിട്ടും. അതിനുശേഷം നമുക്ക് നമ്മുടെ സുക്കിനി എടുക്കാം. പിന്നെ നമുക്ക് ക്യാപ്സിക്കം എടുക്കാം. എനി കളർ വിൽ ഡു, ബട്ട് ജസ്റ്റ് വേറെ വേറെ കളേഴ്സ് ആകുമ്പോൾ നമുക്ക് നമ്മുടെ ഫുഡ് കാണുമ്പോൾ തന്നെ ഒരു രസം വരും. അപ്പം നമ്മൾ ഇന്ന് റെഡ് ക്യാപ്സിക്കം ബെൽ പെപ്പർ എടുക്കാം. ആൻഡ് ദാറ്റ്സ് ഓൾ. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് ചോപ്പിംഗ്. ഇനി ഓപ്ഷണൽ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പൊമഗ്രാനറ്റും കൂടെ ആഡ് ചെയ്യാം. ഇത് മാത്രമാണെങ്കിൽ നമുക്കൊരു സോൾട്ടി സ്പൈസി ഫ്ലേവർ ആയിരിക്കും. അതിൽ കുറച്ചും കൂടെ ഒരു സ്വീറ്റ് ഫ്ലേവറും കൂടെ വരണമെങ്കിൽ കുറച്ച് പൊമഗ്രാനറ്റ് സീഡ്സും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ദാറ്റ്സ് എ ഡിഫറെന്റ് വേ ഓഫ് ഇറ്റ്. അപ്പൊ നമുക്ക് ഒരെണ്ണം എന്തായാലും ഒന്ന് എടുത്ത് വെക്കാം. നമ്മുടെ കിനുവ ഓൾമോസ്റ്റ് കുക്കായി. ഈ സാലഡ് ഞാൻ 2-3 പ്രാവശ്യം എന്നെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ഇട്ടപ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നു ഇതിന്റെ റെസിപ്പി പോസ്റ്റ് ചെയ്യുമോ എന്നുള്ളത്. അപ്പൊ ഇതെങ്ങനെ കുക്ക് ചെയ്തെടുക്കണം, എങ്ങനെയാണ് ഇത്രയും പെർഫെക്ഷനിൽ കിട്ടണേ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ അതിന്റെ കൃത്യമായ കണക്ക് എനിക്കറിയില്ല. ഏകദേശം ഒരു 10 മിനിറ്റ് ആണ് വെച്ചത്. നമ്മൾ നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഈ ഒരു ടെക്സ്ചർ ആകുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഒരു ഹാഫ് കപ്പിന് നമ്മൾ ഓൾമോസ്റ്റ് ഒരു 2 കപ്സ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലേക്ക് അത് വരുമ്പോഴത്തേക്കും നല്ലോണം വെന്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. വെള്ളം വറ്റിച്ചില്ലെങ്കിലും നമുക്ക് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞാലും മതി. അപ്പൊ നമുക്കിനി ഓഫ് ചെയ്യാം. പേഴ്സണലി ദിസ് ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് സാലഡ്സ്. ബിക്കോസ് ഞാൻ പറഞ്ഞ പോലെ നമുക്കൊരു റൈസ് കഴിച്ചൊരു ഫീലിംഗ് കിട്ടുകയും ചെയ്യും. കുറച്ചുകൂടി ഫുൾ ആയിട്ട് തോന്നും. കുറച്ചും കൂടെ ഒരു എന്താ ഏഷ്യൻ റെസിപ്പീസ് ഒക്കെ ട്രൈ ചെയ്യണ പോലത്തെ ഒരു കൈൻഡ് ഓഫ് ഫീലിംഗ് നമുക്ക് കിട്ടുകയും ചെയ്യും. ആ ഒരു കൈൻഡ് ഓഫ് ഫ്ലേവർ ആണ് ഇതിൽ വരിക. അപ്പൊ ഇതിലേക്ക് നമുക്കൊരു പാൻ എടുക്കാം. പാനിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എനി ഓയിൽ ഇസ് ഫൈൻ. ഒലിവ് ഓയിൽ ഓർ നമ്മുടെ സൺഫ്ലവർ ഓയിൽ ആയാലും
എനി ഹെൽത്തി ഓയിൽ. സൺഫ്ലവർ ഓയിൽ ഹെൽത്തി അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. കുറച്ചൊഴിച്ചാൽ മതി. അതിലേക്ക് നമുക്ക് നമ്മുടെ ചോപ്പ് ചെയ്ത് വെച്ച് ഗാർലിക്കും ഒനിയനും ആദ്യം ആഡ് ചെയ്യാം. Garlic is what brings the flavor always, because നമുക്ക് ഇങ്ങനത്തെ കൈൻഡ് ഓഫ് റെസിപ്പീസിൽ അധികം ഫ്ലേവേഴ്സ് ആഡ് ചെയ്യാൻ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അതിൽ ഏറ്റവും കൂടുതൽ നമുക്കൊന്നൊരു ടേസ്റ്റ് കിട്ടാൻ ഏറ്റവും നല്ലത് ഒരു ഗാർലിക്കി ഫ്ലേവർ തന്നെയാണ്. പിന്നെ ജസ്റ്റ് സോൾട്ട് ആൻഡ് പെപ്പർ ആൻഡ് ലൈം ആണ് ഇതിൻ്റെ ഒരു മെയിൻ ഫ്ലേവർ വരുന്നത്. ഇതൊന്ന് ബ്രൗൺ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് നമ്മുടെ റെഡ് കളർ ബെൽ പെപ്പേഴ്സും നമ്മുടെ സുക്കിനിയും ആഡ് ചെയ്യാം. അപ്പൊ തന്നെ നമ്മുടെ ഡിഷ് നല്ല കളർഫുൾ ആയി കഴിഞ്ഞു. അതിലേക്ക് നമ്മുടെ സോക്ക് ചെയ്ത് വെച്ച ചിക്ക് പീസും കൂടെ നമ്മൾ ആഡ് ചെയ്തു. അതിലേക്ക് നമ്മൾ സോൾട്ട് ആഡ് ചെയ്യുന്നു. Always reduce the amount of salt in your food. അത് നമുക്ക് ബെറ്റർ ഹെൽത്തിയർ ഓപ്ഷൻ ആണ്. ആൻഡ് ഓൾസോ നമുക്ക് വെയിറ്റ് ലോസിന് എപ്പോഴും സോൾട്ട് കുറവ് ഉപയോഗിച്ചാൽ അത്രയും നല്ലത്. പെപ്പർ ഓൾസോ, പെപ്പർ ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു കുത്തല് പോലെ ചിലപ്പോൾ തോന്നും. ബട്ട് ഒരു ഫ്ലേവർ കൂടുതൽ വേണ്ടവർക്ക് കുറച്ച് കൂടുതൽ പെപ്പർ ആഡ് ചെയ്യാം. ലോ ഫ്ലെയിം ആക്കിയിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് നമുക്കൊരു ഹാഫ് ലെമൺ കട്ട് ചെയ്തിട്ടിടാം. ഇതിനകത്തേക്ക് നമുക്ക് കുക്ക് ചെയ്ത് വെച്ച് കിനോ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ഇട്ട മിക്സ്ചറിന്റെ ഓൾമോസ്റ്റ് ഹാഫ് ഓർ 1/4 ക്വാണ്ടിറ്റിയിൽ കിനോ ഇട്ടാൽ മതി. അല്ലെങ്കിൽ അഗൈൻ നമ്മൾ ചോറുണ്ണുന്ന പോലെ ഒരുപാട് ഗ്രെയിൻസ് ആയി പോണ്ട. അതൊരു ഈക്വൽ ബാലൻസ്ഡ് ക്വാണ്ടിറ്റിയിൽ ഇട്ടാൽ മതി. ഇതൊന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ we can add it into a bowl. So we can add this into a bowl. It's already very flavorful. എന്നാലും വെറുതെ ഒരു രസത്തിന് നമുക്ക് ഈ എടുത്തു വെച്ച പൊമോഗ്രാനൈറ്റ് സീഡ്സും കൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഒന്നും കൂടെ അതൊന്ന് കളർഫുൾ ആവും. കളർഫുൾ ആവുന്ന മാത്രമല്ല ഒരു സ്വീറ്റ് ടേസ്റ്റും കൂടെ വരുമ്പോഴത്തേക്കും നമ്മളത് കുറച്ചും കൂടെ എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റും. ആൻഡ് പൊമോഗ്രാനൈറ്റ് ഇസ് വെരി ഹെൽത്തി. നമ്മൾ എല്ലാ ദിവസവും ഒരു ഫ്രൂട്ടെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ it also helps in your metabolism, നമ്മുടെ weight management, എല്ലാത്തിനും. ഫൈബർ ഇൻടേക്ക് എത്രത്തോളം കൂടുന്നോ അത്രയും നല്ലത്. So see, this is very colorful and this is one of my personal favorites. And it's also very hot. ഈ കിനോവ നമ്മൾ കുക്ക് ചെയ്ത് അങ്ങനെ എടുക്കുന്നതുകൊണ്ട് ഭയങ്കര ഒരു ഫ്രഷ് ഫീലിംഗും കൂടെ നമുക്ക് കിട്ടും. ഇറ്റ്സ് വെരി ഈസി. നമ്മളൊരു എല്ലാം കൂടെ ഇപ്പോൾ ഒരു 10-15 മിനിറ്റിനുള്ളിൽ ചെയ്ത് വെക്കാവുന്ന കാര്യമുള്ളൂ. ജസ്റ്റ് ആ വെജിറ്റബിൾസ് ചോപ്പ് ചെയ്യാനുള്ള ഒരു ടൈം മാത്രമേ ഉള്ളൂ. ബട്ട് അതർ ദൻ ദാറ്റ് ദീസ് ആർ ഓൾ വെരി ക്വിക്ക് 15 മിനിറ്റ്സിനുള്ളിൽ കുക്കിംഗ് തീരുന്ന പ്രോസസ്സാണ്.
ദിസ് ഇസ് ആക്ച്വലി യമ്മി. ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ ലഞ്ച് റൈസ് സ്കിപ്പ് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു വിഷമം ഒരിക്കലും ഉണ്ടാവില്ല. ഇറ്റ്സ് വെരി ഫ്ലേവർഫുൾ. നല്ലൊരു ഫ്രൈഡ് റൈസ് ഒക്കെ കഴിക്കണ പോലത്തെ ഒരു ഫീലിങ്ങിൽ അങ്ങോട്ട് കഴിക്കാം. ഫ്രൈഡ് റൈസ് ആണെന്ന് ഞാൻ പറയില്ല, പക്ഷെ നമുക്ക് അങ്ങനെയൊക്കെയല്ലേ സമാധാനിക്കാൻ പറ്റുള്ളൂ. ചൂടോടെ കഴിച്ചാൽ കൂടുതൽ നല്ലത്.